നമസ്കാരം. പ്രിയ കൗലയത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ പ്രിയ കൃഷ്ണ. അങ്ങനെ കേരളത്തിന്റെ 16ാമത് മന്ത്രിസഭയിലെ 13ാമത് മുഖ്യമന്ത്രിയായി വി.ടി. സതീശൻ ചുമതലയേറ്റു. അദ്ദേഹം അധികാരത്തിൽ വന്ന ഉടനെ ആദ്യം എടുത്ത തീരുമാനം നിങ്ങൾ അറിഞ്ഞോ? തന്റെ കോൺവോയുടെ വലിപ്പം കുറച്ചു. നമുക്കറിയാം, നമ്മുടെ എക്സ്-CMന്റെ കോൺവോയ് 10ലധികം വാഹനങ്ങളും 40ലധികം പോലീസുകാരും കമാൻഡോകളും ഒക്കെയായി വലിയൊരു വാഹന വ്യൂഹമാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ചീറിപ്പാഞ്ഞത്. Z+ കാറ്റഗറി സെക്യൂരിറ്റി ആയിരുന്നു എക്സ്-CMന് ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി തന്റെ കോൺവോയിൽ വെറും 3 വാഹനങ്ങൾ മാത്രം മതിയാവുമെന്ന് വി.ടി. സതീശൻ DGPക്ക് നിർദ്ദേശം നൽകി. ഒരു പൈലറ്റ് വാഹനം, CMന്റെ വാഹനം, എസ്കോർട്ട് വാഹനം. വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ സെക്യൂരിറ്റി മതിയെന്ന് അദ്ദേഹം തീരുമാനിച്ചു. നമ്മുടെ ഖജനാവിന്റെ അവസ്ഥ കൂടെ പരിഗണിച്ചായിരിക്കണം അദ്ദേഹം ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയത്. മാത്രവുമല്ല, വലിയ കോൺവോയ് ആവുമ്പോൾ അത് സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് 10 വർഷം കൊണ്ട് ഇദ്ദേഹം നേരിട്ട് കണ്ടതല്ലേ. കോൺവോയുടെ കാര്യത്തിൽ മാത്രമല്ല, ക്ലിഫ് ഹൗസ് ആഡംബരമാക്കണ്ട എന്നും അദ്ദേഹം തീരുമാനിച്ചു. മന്ത്രിമന്ദിരങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിവെച്ചിരിക്കുന്നത് 4 കോടിയോളം രൂപയാണ്. അപ്പൊ 4 കോടിയോളം രൂപ ചെലവാക്കി അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് പറയുമ്പോൾ സാധാരണക്കാരായ നമ്മൾ ചിന്തിക്കുന്ന, കഴിഞ്ഞ 1 മാസത്തിന് മുമ്പ് വരെ മന്ത്രിമാർ താമസിച്ചിരുന്നത് ചോർന്നൊലിക്കുന്ന ഓലക്കുരകളിലായിരുന്നു. ഇനിയെങ്കിലും മന്ത്രിമന്ദിരങ്ങൾ പണിയുമ്പോഴെങ്കിലും അഴിമതിയില്ലാതെ, കൈയിട്ട് വരാതെ 1:1.5:3 എന്ന റേഷ്യോയിൽ തന്നെ ബിൽഡിങ്ങുകൾ പണിതാൽ ഒരു 50 വർഷത്തോളം അതിൽ കയറി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യം വരുന്നില്ല. മാത്രമല്ല, 5 വർഷം കൂടുന്തോറും കോടികൾ ഇതിന്റെ അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിവെക്കേണ്ടതുമില്ല. മന്ത്രിമാരുടെ ആഡംബരം കുറച്ചാൽ തന്നെ നമ്മുടെ ഖജനാവ് സേഫ് ആവില്ലേ? എന്തായാലും അധികാരത്തിൽ കയറിയ ഉടനെ തന്നെ വി.ടി. സതീശൻ എടുത്ത തീരുമാനങ്ങൾ വളരെ സ്വാഗതാർഹമാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഇലക്ഷൻ റിസൾട്ട് വന്ന ശേഷം ഏകദേശം 11 ദിവസം ആയപ്പോഴാണ് മുഖ്യമന്ത്രി ആരാണെന്ന തീരുമാനത്തിലെത്താൻ തന്നെ സാധിച്ചത്. അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. വി.ടി. സതീശന് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് മാത്രമല്ല, തന്റെ പാർട്ടികളിൽ നിന്ന് വരെ ഒരുപാട് വിമർശനങ്ങളും വെല്ലുവിളികളെ ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന്. എന്തായാലും കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മൾ കണ്ട ആഡംബരത്തിനും ധാർഷ്ട്യത്തിനും എല്ലാം അന്ത്യം കുറിച്ചുകൊണ്ട് നല്ലൊരു മാസ് എൻട്രിയാണ് വി.ടി. സതീശൻ നടത്തിയിട്ടുള്ളത്. ക്ലിഫ് ഹൗസിന്റെ പടികൾ വി.ടി. സതീശൻ കയറുമ്പോൾ കണ്ടോൺമെന്റ് ഹൗസിന്റെ പടികളാണ് പിണറായി വിജയൻ കയറാൻ പോകുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയാണ് കണ്ടോൺമെന്റ് ഹൗസ്. എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ ഡ്യൂട്ടി? സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുക, പിഴവുകൾ ചൂണ്ടിക്കാണിക്കുക, ഭരണപക്ഷത്തിന്റെ നയങ്ങളെ വിമർശനാത്മകമായി പരിശോധിക്കുക, ബദൽ നയങ്ങൾ അവതരിപ്പിക്കുക, ഇവയൊക്കെയാണ്. വളരെ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല ഭരണം കാഴ്ചവെക്കാൻ സർക്കാരിന് സാധിക്കുകയുള്ളൂ. അത്രത്തോളം വൈറ്റൽ റോളാണ് നമ്മുടെ പ്രതിപക്ഷത്തിന് പാർലമെന്ററി സിസ്റ്റത്തിനുള്ളത്. നമുക്ക് പ്രഗത്ഭന്മാരായ പ്രതിപക്ഷ നേതാക്കൾ ഉണ്ടായിരുന്നു. EMS, VS അച്യുതാനന്ദൻ, K കരുണാകരൻ, അങ്ങനെ ഇവരെല്ലാം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അവരുടെ പ്രവർത്തനങ്ങൾ ചരിത്രത്തിൽ സ്വർണ്ണലിപികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായി മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് ജനങ്ങളുടെ വികാരങ്ങളെ നേരിട്ട് മനസ്സിലാക്കി, അവരുടെ ആവശ്യങ്ങൾക്ക് തൻ്റെ ആവശ്യങ്ങളെക്കാൾ വളരെ പ്രാധാന്യം നൽകി, ജനങ്ങൾക്കില്ലാത്ത യാതൊരു ആഡംബരവും തനിക്ക് വേണ്ട എന്ന് ഉറച്ചു തീരുമാനിച്ച് വളരെ ലളിതമായ ജീവിതം നയിച്ച് തൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് തൻ്റെ പ്രജകൾ സദാസമയം ഉത്കണ്ഠാകുലരാണെന്ന സത്യം മനസ്സിലാക്കി തൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഒരല്പം ശുദ്ധമായ പാൽ കുടിക്കണമല്ലോ എന്ന് കരുതി ലളിതമായ രീതിയിൽ വളരെ ചിലവ് കുറച്ച് വെറും 45 ലക്ഷം രൂപ മാത്രം ചിലവാക്കി പശുത്തൊഴുത്ത് ക്ലിഫ് ഹൗസിൽ പണിയുകയും എപ്പോഴും പുഞ്ചിരിച്ച മുഖത്തോടുകൂടി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ ഒരാളായി മാറുകയും ഒരു സെൽഫി എടുക്കാൻ വരുന്ന ആളെ പോലും അടുത്ത് ചേർത്ത് നിർത്തുകയും മാധ്യമ പ്രവർത്തകരോട് കടക്കു പുറത്തുനിന്ന് വളരെ സ്നേഹത്തോടെ പറയുകയും അവരെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ മോനെ വീട്ടിൽ ചെന്ന് ചോദിക്കടാ എന്ന് സൗമ്യ ഭാവത്തിൽ പറയുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ എക്സ്-CM ഇനി പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഗവൺമെന്റിന്റെ ഓരോ പദ്ധതികളെയും ഓരോ നയങ്ങളെയും ഒക്കെ നോക്കിക്കാണുന്നതെന്നും വിലയിരുത്തുന്നതെന്നും വിമർശിക്കുന്നതെന്നും ഒക്കെ ആലോചിക്കുമ്പോൾ ആകാംക്ഷയുണ്ട്, ഒപ്പം ആശങ്കയും. ഇനിയെങ്കിലും അദ്ദേഹത്തിന് ജനങ്ങളുടെ ശബ്ദമായി നിന്നുകൊണ്ട് ആരോഗ്യകരമായ വിമർശനങ്ങളിലൂടെ ഭരണകക്ഷിയെ ഭരണത്തിൽ സഹായിക്കാൻ കഴിയണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമത്തിനും നാടിന്റെ വികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുവാനും ജനങ്ങളാൽ ജനങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു ജനകീയ മുഖ്യമന്ത്രി ആയിരിക്കാനും കേരളത്തെ പൊളിറ്റിക്കലി ഗോഡ്സ് ഓൺ കൺട്രി ആക്കി മാറ്റാനും
വി ടി സതീശനും അദ്ദേഹം നയിക്കുന്ന പാർട്ടിക്കും കഴിയട്ടെ എന്നും ആത്മാർത്ഥമായി ആശംസിക്കുന്നു.